കറൻ്റ്ലി ഷോർട്ട് ടു മിഡ് ടേം നമ്മൾ പറഞ്ഞ പോലെ ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് വ്യക്തികൾക്ക് ടാർഗറ്റ് ചെയ്താണ് ചെയ്യുന്നത്. സോ ആക്ച്വലി ഇറ്റ് ഈസ് എ ബീറ്റ ടെസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇനീഷ്യൽ വെർഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ ബിക്കോസ് എ സർജിക്കൽ പ്രൊസീജിയർ ആയതുകൊണ്ട് നോർമൽ പീപ്പിൾ വിൽ നോട്ട് വോണ്ട് ടു ഡു ഇറ്റ്. അപ്പം ഒരു ടെക്നോളജിക്കൽ മെച്യൂരിറ്റി വിൽ ബി ഇംപ്ലിമെൻറ്റഡ് ഓൺ ഡിസേബിൾഡ് പീപ്പിൾ ഓർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ. നെക്സ്റ്റ് ഫേസ് അവർ പ്ലാൻ ചെയ്യുന്ന വിച്ച് ഇസ് മിഡ് ടു ലോങ് ടേം ഇസ് എൻഹാൻസ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. കാര്യം വെച്ചാൽ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ബയോണിക് വിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഇപ്പം ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് വിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ, അതൊരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിനെ നോർമലാക്കുക എന്നുള്ളതാണ് ഇൻറ്റൻഷൻ. നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ബയോണിക് വിഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമറ ഇൻപുട്ട് ബ്രെയിനിലേക്ക് കൊടുത്തിട്ട് അതിൽ വേണമെങ്കിൽ ഒരു 24x സൂം അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിക് വിഷൻ അല്ലെങ്കിൽ ഒരു ടെലിസ്കോപ്പിക് വിഷൻ വേണമെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻപുട്ട് ഓഫ് ദ ക്യാമറ. ആ ക്യാമറ വെച്ചിട്ട് വെക്കുമ്പോഴത്തേക്കും പിന്നെ ഹ്യൂമൻ കേപ്പബിലിറ്റിക്കും മുകളിലേക്ക് പോവാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും യു കനോട്ട് എക്സ്പെക്ട് ദാറ്റ് ഓൺലി ഹാൻഡിക്യാപ്ഡ് പീപ്പിൾ ഓർ ഡിസേബിൾഡ് പീപ്പിൾ വിൽ ഡിസയർ ദാറ്റ്. There could be some freak who wants to spend his money and get that enhanced vision. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സോസ്കെലറ്റൻ പോലെ, ലൈക്ക് ബോഡിക്ക് ഒരു എക്സോസ്കെലറ്റൻ. ഇപ്പോൾ നമുക്കിപ്പം നമ്മൾ നടന്ന് ഒരു സ്ഥലത്ത് ചെല്ലുക, അപ്പോൾ ഫോർ എക്സാമ്പിൾ ആർമിക്ക് ലൈക്ക് ആർമി ഒരു പോയിന്റിലായിരിക്കും ഫൈറ്റ് ചെയ്യേണ്ടത്, പക്ഷെ വേറൊരു പോയിന്റിലായിരിക്കും അവരെ ചിലപ്പം ഹെലികോപ്റ്ററിലോ മറ്റോ ഡ്രോപ്പ് ചെയ്യുന്നത്. അവിടെ നിന്ന് നടന്ന് മറ്റേ പോയിന്റ് വരെ പോകണം. അപ്പം ദർ ഇസ് എ ലോട്ട് ഓഫ് ഫെറ്റീഗ് ഇൻവോൾവ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വിൽ ബി ടയർഡ്. പക്ഷെ ഒരു എക്സോ സ്കെലറ്റൺ ഉണ്ടെങ്കിൽ, ബോഡിയുടെ പുറത്ത് വെക്കുന്ന സ്കെലറ്റൺ ഉണ്ടെങ്കിൽ, ആ സ്കെലറ്റൺ വിൽ ഡു ദ മൂവ്മെന്റ് പാർട്ട്. അപ്പോൾ നിനക്ക് ബ്രെയിൻ ഇംപ്ലാന്റ് വെച്ച് തന്നെ ആ സ്കെലറ്റണിന് വേറെ സെപ്പറേറ്റ് ബാറ്ററി പാക്കും എല്ലാം കാണും, പക്ഷേ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ വെച്ചായിരിക്കും. ബ്രെയിൻ വെച്ച് നടന്നവിടെ വരെ പോവാം. അപ്പോൾ ഇതൊരു എൻഹാൻസ്മെന്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സോ സ്കെലറ്റൺ ഉള്ള ആൾക്ക് ചിലപ്പം എസ്പെഷ്യലി ഒരു വാർ ലൈക്ക് എൻവയോൺമെന്റിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ചെയ്യണം, അപ്പോൾ ദേ ഹാവ് എക്സ്ട്രാ പവർ വിത്ത് ദം. അപ്പോൾ ഇതൊരു എൻഹാൻസ്മെൻ്റ് ആണ്, ഒരു ഫീച്ചർ വിച്ച് മേക്സ് യു സൂപ്പർ ഹ്യൂമൻ. അപ്പോൾ സൂപ്പർ ഹ്യൂമൻ ലെവലിലേക്കുള്ളൊരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ യു വിൽ സ്റ്റാർട്ട് സീയിങ് ദാറ്റ് നോർമൽ പീപ്പിൾ ആർ ഓൾസോ വാണ്ട് ടു അഡോപ്റ്റ് ഇറ്റ്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഫേസിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തെന്ന് കരുതുക. അതായത് ഇപ്പോൾ എന്താണ്, നമുക്കൊരു ഹാൻഡിക്യാപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പൊതുവേ ഒരു ഡിമോട്ടിവേഷനാണ്. നമ്മൾ മറ്റുള്ളവരുടെ ആ ലെവലിലല്ല, അവരിൽ നിന്ന് എന്തോ കുറവ് എനിക്കുണ്ട്. പക്ഷേ ഇവരിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരെ ഈ ഗ്രാഫ് അങ്ങ് ഉയർന്നു. അതായത് ഒരു നോർമൽ മാനിനാണ് ഇപ്പം കുറവുള്ളത്, മറ്റവർക്ക് എന്തോ എക്സ്ട്രാ ഫീച്ചേഴ്സ് വന്നു കഴിഞ്ഞു. അതെ, ഇപ്പം ഞാൻ നേരത്തെ ഫ്രീക്ക് എന്ന് പറഞ്ഞ കാര്യത്തിൽ ഡോണ്ട് ബി സർപ്രൈസ് ദറ്റ് ഇൻ ദ ഫ്യൂച്ചർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആംപ്യൂട്ടി കൈയില്ല, ഓക്കെ, അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എൽബോൻ്റെ താഴോട്ടില്ല, അപ്പോൾ ഒരു 3D പ്രിൻറ്റ് ചെയ്തൊരു ആം ഉണ്ടാക്കാം. എന്നിട്ട് അതിന് ബേസിക് വയറിങ്ങും ഇതെല്ലാം കൊടുത്തിട്ട് ന്യൂറൽ ലിങ്ക് വെച്ച് തന്നെ ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രോസ്തെറ്റിക് ഫിറ്റ് ചെയ്ത് കൈ ഉപയോഗിക്കാം. ഫൈൻ, യു ക്യാൻ ഡു ബേസിക് തിങ്സ് ആൻഡ് എവറിത്തിങ്. പിന്നെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആവുന്നതനുസരിച്ച് വാട്ട് ഇഫ് ദറ്റ് ആം ബിക്കംസ് വെരി പവർഫുൾ, യു ക്യാൻ പഞ്ച് സമ്മൺ. അങ്ങനെ ആകുമ്പോഴത്തേക്കും ദർ കുഡ് ബി പീപ്പിൾ, ക്രേസി പീപ്പിൾ ഹു സേ ദറ്റ് ലെറ്റ് മീ കട്ട് ഓഫ് മൈ ആം ആൻഡ് ഫിക്സ് ദിസ്. ഐ നോ ദിസ് സൗണ്ട്സ് ക്രേസി, പക്ഷേ യു വിൽ ഓൾവേസ് ഫൈൻഡ് ക്രേസി പീപ്പിൾ. കാരണം മാർസിൽ പോകാൻ വരെ ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതൊക്കെ നിസ്സാരമാണ്. അതെ, മാർസിൽ പോകുന്നത് അറ്റ് ദിസ് പോയിന്റ് ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് ഓഫ് ആൾക്കാർ പോകുന്നവർക്ക് ആക്ച്വലി ഇറ്റ് കുഡ് ബി എ വൺ വേ ടിക്കറ്റ്. അവിടെ പോയിട്ട് അവിടെ തന്നെ സർവൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, തിരിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോ ഗ്യാരണ്ടി. സോ വി കനോട്ട് ബി സർപ്രൈസ്ഡ് ഇഫ് പീപ്പിൾ വുഡ് വാണ്ട് ടു ഗെറ്റ് ആംപ്യൂട്ടഡ് to get that physical enhancement. അപ്പം എനിവേ അതൊരു ഡിസ്റ്റോപ്പിയൻ സൈബർ പങ്ക് ഫ്യൂച്ചർ പോലെയാണ് തോന്നുന്നത്. പക്ഷേ അതാണ് അവരുടെ ഷോർട്ട് മിഡ് ടേം ഒബ്ജക്റ്റീവ് എന്നുള്ള. പിന്നെ അതൊരു ബ്രിങ് ഹാൻഡിക്യാപ്ഡ് പീപ്പിൾ ടു നോർമൽസി, ആൻഡ് ലോങ് ടേം ഈസ് ടു എൻഹാൻസ് ഹ്യൂമൻ